ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡി അങ്കമാലിക്കാരൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഈസ്റ്ററായിട്ട് നമ്മുടെ ചാനലിൽ ഒരു കുക്കിങ്ങിന്റെ വീഡിയോ ആണ് ഇടുന്നത്. നമ്മുടെ നാടൻ കോഴി അങ്കമാലി സ്റ്റൈലിൽ വെക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസ്റ്റർ സ്പെഷ്യൽ നാടൻ കോഴിക്കറിക്കായിട്ട് വീട്ടിൽ തന്നെ ഒരു 2.5 കിലോത്തിന്റെ ഒരു കോഴീനെയാണ് കശാപ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടി നമ്മൾ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, തക്കാളി എന്നിവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചൊറുക്ക, കുറച്ച് നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവയൊക്കെ ചേർത്തതിന് ശേഷം കൈ കൊണ്ട് ശരിക്കും മിക്സ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അമ്മച്ചിമാർ വയ്ക്കുന്ന മീൻ കറിക്കും ചിക്കൻ കറിക്കൊക്കെ എത്രമാത്രം ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവാണിത്. അവരുടെ ആ മിക്സിങ് അതൊരു അപാര മിക്സിങ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കൈകൊണ്ട് തന്നെ ചിക്കൻ ഒന്ന് ശരിക്കും എല്ലാ മസാലയിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രണ്ടാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ വേവാനായിട്ടാണ് നമ്മളിപ്പോൾ രണ്ടാം പാലിൽ വെച്ചാണ് ചിക്കൻ വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുപ്പിൽ വെക്കാം, ചിക്കൻ വേവാനായിട്ട് വെക്കാം. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ചിക്കൻ വേവാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ചിക്കൻ. അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. കാരണം നാടൻ കോഴിക്കറിയിൽ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് വെച്ച് കഴിയുമ്പോൾ ആ ഉരുളക്കിഴങ്ങിനും ആ നാടൻ കോഴിക്കും കിട്ടുന്ന ഒരു ടേസ്റ്റ് അതൊരു അപാര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങും കുറച്ച് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കറി ശരിക്കും നമുക്ക് കുറുകി കിട്ടും. അപ്പോൾ ഇനി കറിയുടെ ഫൈനൽ ടച്ചാണ്. അപ്പോൾ അതിന് നമുക്കൊരു ചട്ടിയിൽ കുറച്ച് നാടൻ വെളിച്ചെണ്ണയും ചുവന്നുള്ളിയും വേപ്പിലയും കൂടി എടുത്തതിന് ശേഷം ശരിക്കും അതങ്ങോട്ട് മൊരിയിച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ കറിയിൽ നിന്ന് വരുന്നൊരു മണമുണ്ട്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും കറി എന്തുമാത്രം ടേസ്റ്റ് ഉള്ളതാണെന്ന്. നമ്മുടെയൊക്കെ വീടുകളിൽ അമ്മച്ചിമാരുണ്ടാക്കുന്ന കറിയുടെ രുചിയും മണവും ഒന്നും നമുക്ക് ഒരു ഹോട്ടലിലും കിട്ടില്ല. അത്രമാത്രം രുചിയാണ് അവരുണ്ടാക്കുന്ന ഓരോ കറി. നാടൻ കോഴിക്കറിയുടെ കൂടെ എൻ്റെ ഫേവറേറ്റ് കള്ളപ്പം തന്നെയാണ്. ആ നാടൻ കോഴിയുടെ ഒരു കഷ്ണവും ആ കള്ളപ്പവും ആ ചാറും കൂടി കഴിക്കുമ്പോൾ ഈ ഉലകം ചുറ്റി കറങ്ങി തിരിച്ചു വരുന്ന ഒരു ഫീലായിരിക്കും നമുക്ക്.